ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ സിനിമാ ഡയലോഗുകൾ പറഞ്ഞ് മൃതശരീരങ്ങൾ ഉപയോഗിച്ച് കളിക്കുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. ശേഷം കാണിക്കുന്നത് തൻ്റെ കാമുകിയായ ഗന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ടെഡിനെയാണ്. ഏറെ നാളായി അവൻ തനിക്കൊപ്പമില്ലാത്തതിനാൽ അവൾ പരിഭവത്തിലായിരുന്നു. പിറ്റേന്ന് ടെഡ് രാജ്യത്തിലെ തന്നെ നമ്പർ 1 മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാനായി പോവുകയാണ്. അവിടേക്കെത്തിയ ടെഡിനെ ഡോക്ടർ ബെന്നെ സ്വാഗതം ചെയ്തു. പിന്നീട് ബെൻ ടെഡിനെ മോർച്ചറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ സമയത്ത് ഡോക്ടർമാർ മൃതദേഹങ്ങൾ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് അവിടെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഡോക്ടർമാരായ ജേക്കിൻ്റെയും ജൂലിയറ്റിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഇവർ വെറും ശല്യക്കാരാണെന്ന് ബെന്നെ ടെഡിനോട് മന്ത്രിച്ചു. എന്നാലത് അക്കൂട്ടത്തിലുണ്ടായിരുന്ന ജേക്ക് കേട്ടിരുന്നു. അതൊന്നും കാര്യമാക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബെൻ ടെഡിനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. പിന്നീടവർ പത്തോളജിയെക്കുറിച്ചുള്ള ഡോക്ടർ മോറിസിൻ്റെ പ്രഭാഷണത്തിൽ പങ്കെടുത്തു. മൃതശരീരത്തിൽ നിന്നും മരിച്ച വ്യക്തിയുടെ മരണകാരണം കണ്ടെത്തേണ്ടത് ഒരു പത്തോളജിസ്റ്റിൻ്റെ കടമയാണെന്ന് ഈ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പിന്നീട് തൻ്റെ കാമുകിയുടെ പിതാവിൻ്റെ സുഹൃത്തായ മോറിസിൻ്റെ പക്കലേക്ക് ടെഡ് ചെല്ലുകയാണ്. ഗന്നി വളരെ നല്ല പെൺകുട്ടിയാണെന്ന് മോറിസ് ടെഡിനോട് പറഞ്ഞു. ഈ ഒരു സമയത്ത് ജേക്ക് അവിടേക്ക് കടന്നു വരികയാണ്. അതോടെ മോറിസ് ജേക്കിനെ ടെഡിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ടെഡ് ഉന്നത വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥിയാണെന്ന് മോറിസ് ജേക്കിനോട് പറഞ്ഞു. ടെഡ് ചെയ്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പല കൊലപാതകങ്ങളും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അവനെ അറിയിച്ചു. പരസ്പരം ഇഷ്ടപ്പെടാതെ നിന്നിരുന്ന ടെഡിനോടും ജേക്കിനോടും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് മോറിസ് ഉപദേശിച്ചു. പിന്നീട് ടെഡ് പത്തോളജി റൂമിൽ ജേക്കിനും സംഘത്തിനുമൊപ്പം ചേർന്നു. ജേക്ക് അവിടെ കിടത്തിയിരുന്ന 11 വയസ്സുള്ള കുട്ടിയുടെ മരണകാരണം വിവരിക്കുകയാണ്. വൃക്ക തകരാറിലായതാണ് ആ കുട്ടിയുടെ മരണകാരണമെന്നായിരുന്നു ജേക്കിൻ്റെ വിശദീകരണം. അതു ശരിയല്ലെന്നും ആസ്മ മൂലമാണ് കുട്ടി മരിച്ചതെന്നും ടെഡ് വിശദീകരിച്ചു. ഇത് കേട്ട് ദേഷ്യത്തോടെ ജേക്ക് അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. ടെഡ് പിന്നീട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അക്കൂട്ടത്തിലെ ഗ്രിഫിൻ എന്ന ഡോക്ടർ ടെഡിൻ്റെ ദേഹത്തിടിച്ചു. നമ്മുടെ ടീമിലുള്ള ആർക്കും നിന്നെ ഇഷ്ടമല്ലെന്ന് ഗ്രിഫിൻ ടെഡിനോട് പറഞ്ഞു. അതൊന്നും പ്രശ്നമില്ലെന്നും പറഞ്ഞുകൊണ്ട് ടെഡ് അവിടെ നിന്നും പോയി. പിറ്റേ ദിവസം ജോലിക്കിടെ ജൂലിയറ്റ് തന്നെ തുറിച്ചു നോക്കുന്നത് ടെഡ് ശ്രദ്ധിച്ചിരുന്നു. അത് വകവയ്ക്കാതെ ടെഡ് തൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മൂത്രമൊഴിക്കുമ്പോൾ വേദനയും ഛർദിയും അനുഭവപ്പെട്ടിരുന്ന ഒരു വ്യക്തിയുടെ മൃതദേഹമാണ് അവിടെ കിടന്നിരുന്നത്. പെട്ടെന്ന് ആ മൃതദേഹം വിറയ്ക്കാൻ ആരംഭിച്ചു. ഇത് കണ്ട് ടെഡ് ഒരു സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് അയാളുടെ കഴുത്തിൽ കുത്തി. അയാളെ കൊന്നെന്നും പറഞ്ഞ് ബാക്കിയുള്ളവർ ടെഡിനെ പരിഹസിച്ചു. എന്നാൽ അത് കണ്ട് മോറിസ് ടെഡിനെ പ്രശംസിക്കുകയാണ്. ചില മൃതശരീരങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്നും തലച്ചോറിൽ നിന്നുള്ള കണക്ഷൻ വിച്ഛേദിക്കാൻ വേണ്ടിയാണ് ടെഡ് പ്രകാരം ചെയ്തതെന്നും മോറിസ് വിശദീകരിച്ചു. ആ രാത്രിയിൽ ജെയ്ക്കിനെയും കൂട്ടരെയും ടെഡ് ശ്രദ്ധിച്ചിരുന്നു. ഈ ഒരു സമയത്ത് ജൂലിയറ്റ് ജെയ്ക്കിനെ ആലിംഗനം ചെയ്തിരുന്നു. അതോടെ അവർ ലവേഴ്സ് ആയിരിക്കുമെന്ന് ടെഡ് അനുമാനിച്ചു. പിറ്റേന്ന് ജോലിക്കിടെ ചില മനുഷ്യരെല്ലാം മരിക്കുന്നതാണ് നല്ലതെന്ന് ജേക്ക് ഏവരോടും പറഞ്ഞിരുന്നു. ജേക്ക് വളരെ മോശമായ രീതിയിലാണ് മൃതദേഹ ഭാഗങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. അന്ന് ജോലി കഴിഞ്ഞു പോകുന്ന സമയത്ത് ടെഡിനോട് തങ്ങൾക്കൊപ്പം ബാറിലേക്കുണ്ടോ എന്ന് ജേക്ക് ചോദിച്ചു. ടെഡ് അതിന് സമ്മതം മൂളി. ബാറിലേക്ക് എത്തിയ ടെഡ് അവരുമായി കമ്പനി കൂടി. ഈ ഒരു സമയത്തും ജൂലിയറ്റ് അവനെ തീക്ഷ്ണമായി നോക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന കാതറിൻ അവസരം കിട്ടിയാൽ നിങ്ങൾ ആരെ കൊലപ്പെടുത്തുമെന്ന് അവരോടേവരോടും ചോദിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ ടെഡിൻ്റെ അഭിപ്രായം എന്താണെന്ന് ജേക്ക് അവനോട് ആരാഞ്ഞു. അത് കേട്ട് നിങ്ങളെല്ലാം വിഡ്ഢികളാണെന്ന് ടെഡ് അവന് മറുപടി നൽകി. നമ്മൾ പത്തോളജിസ്റ്റുകളല്ലേ എന്നും ആളുകൾ കൊലപാതകങ്ങൾ ചെയ്യുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള വസ്തുത നമുക്കറിയുന്നതല്ലേ എന്നും അവൻ അവരോട് പറഞ്ഞു. അവൻ്റെ ഈ മറുപടിയെ ഒരു തമാശയായി ജേക്ക് പുച്ഛിച്ചു തള്ളി. ശേഷം അവർ ആ രാത്രിയിൽ ടെഡിനെ ഒഴിവാക്കി. പിറ്റേന്ന് രാത്രിയിൽ ജേക്ക് ടെഡിനെ ഒരു വേശ്യാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ അവിടുത്തെ കാവൽക്കാരൻ അവരെ അകത്തേക്ക് കയറാനായി സമ്മതിച്ചിരുന്നില്ല. പിന്നീട് ജേക്ക് അയാൾക്ക് കുറച്ച് പണം നൽകി
അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ജേക്ക് ആവേശത്തോടെ ഉള്ളിലേക്ക് നടന്നു. എന്നാൽ ടെഡിന് ഇതിനത്ര താല്പര്യമുണ്ടായിരുന്നില്ല. പിറ്റേന്ന് ടെഡ് അവരുടെ മോർച്ചറിയിൽ വേശ്യാലയത്തിലുണ്ടായിരുന്ന ആ ഒരു കാവൽക്കാരൻ്റെ മൃതശരീരം കാണുകയാണ്. ഈ ഒരു കാഴ്ച ടെഡിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. ആ മൃതശരീരം കണ്ടതോടെ തലേ ദിവസം അവിടേക്ക് പോയതിനെക്കുറിച്ചോർത്ത് ടെഡിന് പശ്ചാത്താപം തോന്നി. അയാളുടെ മൃതശരീരം പരിശോധിച്ച ടെഡ് പൊട്ടാസ്യം സയനൈഡേറ്റാണ് അയാൾ മരിച്ചതെന്ന് വിശദീകരിച്ചു. സാധാരണ ടെസ്റ്റുകളിൽ ആ വിഷത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കില്ലെന്നും അതിനാൽ തന്നെ ആക്രമിച്ചു കൊലപ്പെടുത്തിയെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടന്നിട്ടുണ്ടെന്നും ടെഡ് വിശദീകരിച്ചു. കൊലയാളി 7 മണിക്കൂർ കാത്തിരുന്നതിനു ശേഷം ഇയാളെ 18 തവണ കുത്തിയിട്ടുണ്ടെന്നും തലയ്ക്ക് പുറകിൽ വെടിവെച്ചിട്ടുണ്ടെന്നും ടെഡ് വിശദീകരിച്ചു. ഇത് കേട്ട ജേക്ക് ടെഡിൻ്റെ അനുമാനങ്ങളെ ശരിവയ്ക്കുകയും വിഷം ഹൃദയത്തിലേക്ക് കുത്തിവയ്ക്കാൻ സാധ്യതയുണ്ടെന്നും അഭിപ്രായപ്പെട്ടു. പിന്നീട് ജേക്ക് ഇന്നു രാത്രിയിൽ മോർച്ചറിയിൽ വെച്ച് എനിക്ക് നിന്നെ കാണണമെന്ന് ടെഡിനോട് പറഞ്ഞു. പോകാനൊരുങ്ങിയ ടെഡിനെ മരണകാരണം കണ്ടെത്തിയതിൻ്റെ പേരിൽ ബെന്നെ പ്രശംസിച്ചിരുന്നു. ഇത് കേട്ട് ദേഷ്യത്തോട് ജേക്ക് അവിടെയുണ്ടായിരുന്ന കരളിൻ്റെ കഷ്ണമെടുത്ത് ബെന്നിൻ്റെ തലയിലേക്ക് എറിഞ്ഞു. അന്നു രാത്രിയിൽ ജേക്ക് ടെഡിനെ ആ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ശരീരത്തിനരികിലേക്ക് കൊണ്ടുപോയി. ജേക്കാണ് അയാളെ കൊന്നതെന്നും പറഞ്ഞ് ടെഡ് അവനെ കുറ്റപ്പെടുത്തി. ജേക്ക് അത് നിഷേധിച്ചില്ല. ഇയാളൊരു കുറ്റവാളിയാണെന്നും വേശ്യാലയത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീ ഇയാളുടെ മുത്തശ്ശിയാണെന്നും ജേക്ക് ടെഡിനോട് പറയുകയും കൊലപാതകത്തെ ന്യായീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ജേക്ക് ആ മനുഷ്യൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നും ചോദിച്ചുകൊണ്ട് ടെഡിനെ വെല്ലുവിളിച്ചു. ടെഡ് മരണകാരണമായി താൻ പറഞ്ഞിരുന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. കോപത്തോടെ ടെഡ് ജേക്കിനെ സീരിയൽ കില്ലറെന്ന് വിളിച്ചു. ദേഷ്യത്തോടെ ജേക്ക് മറ്റുള്ളവർ വരുന്നതിന് മുൻപ് എവിടെ നിന്നും പോകാനായി ടെഡിനോട് പറഞ്ഞു. ടെഡ് അവിടെ നിന്നും പുറത്തിറങ്ങുന്ന സമയത്ത് ജേക്കിൻ്റെ മറ്റു സുഹൃത്തുക്കൾ അവിടേക്ക് പോകുന്ന കാഴ്ച അവൻ കണ്ടിരുന്നു. അന്നു രാത്രിയിൽ ടെഡ് ജേക്കിനെ വിളിച്ചു. ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ബോധാവസ്ഥയിൽ ടെഡും അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഈ സമയത്ത് ജേക്ക് ടെഡിനോട് വെളിപ്പെടുത്തി. അതിനാൽ തന്നെ ആ ഒരു കുറ്റകൃത്യത്തിൽ വേണമെങ്കിൽ ജേക്കിനെ ടെഡിനെ കൊടുക്കാനായി സാധിക്കും. പിറ്റേ ദിവസം ടെഡ് ജേക്കിൻ്റെ പക്കലേക്ക് ചെന്ന് ജേക്ക് അയാളെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന വിഷത്തിൻ്റെ പേര് വെളിപ്പെടുത്തി. ബീറിൽ കലർത്തിയാണ് നീ അത് നൽകിയിട്ടുള്ളതെന്നും ടെഡ് ജേക്കിനോട് പറഞ്ഞു. കൃത്യമായി ടെഡ് അത് കണ്ടുപിടിച്ചതോടെ ജേക്കിനെ അവനെ ഇഷ്ടപ്പെട്ടു. ഗെയിം കളിക്കണമെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ കൂടിക്കോളുവെന്നും അതിനായി ഒരു മൃതശരീരം വേണമെന്നും അവൻ ടെഡിനോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ജൂലിയറ്റ് ടെഡിൻ്റെ പക്കലേക്ക് ചെല്ലുകയും അവനെ കൊല്ലാനുള്ള ഇരയുടെ വിശദാംശങ്ങൾ നൽകുകയുമാണ്. ടെഡ് ജൂലിയറ്റ് പറഞ്ഞിരുന്ന ആശുപത്രിയിൽ അഡ്മിറ്റായ ആ ഒരു മനുഷ്യൻ്റെ പക്കലേക്ക് ചെന്നു. അയാൾ ഭാര്യയെയും 2 കുട്ടികളെയും വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നും കഴുത്തിലും വയറ്റിലും സ്വയം നിറയൊഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും എന്നാൽ മരണപ്പെടാതെ ഹോസ്പിറ്റലിലേക്ക് എത്തിയതാണെന്നും അവിടെയുണ്ടായിരുന്ന ഡോക്ടർ ടെഡിനെ അറിയിച്ചു. ഗെയിമിൽ ചേരാൻ താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും ആ ഒരു മനുഷ്യൻ കൊല്ലപ്പെടേണ്ടവൻ തന്നെയാണെന്ന് ടെഡിന് തോന്നി. അന്ന് ടെഡ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിലുണ്ടായിരുന്ന ഒരു വൃദ്ധയ്ക്ക് ഹൃദയാഘാതമുണ്ടായി. എന്നാൽ ഡോക്ടറായ ടെഡ് ആ വൃദ്ധയെ സഹായിക്കാൻ നിൽക്കാതെ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം ടെഡ് ആ ഒരു മനുഷ്യനെ കൊലപ്പെടുത്താമെന്ന് തീരുമാനിച്ചു. ടെഡ് ഒരു നേഴ്സിൻ്റെ വേഷത്തിൽ ആ മനുഷ്യൻ്റെ മുറിയിലേക്ക് ചെന്നു. ശേഷം ടെഡ് ചെവിയിലേക്ക് വിഷം കുത്തിവെച്ച് ആ മനുഷ്യനെ കൊലപ്പെടുത്തി. അതിനുശേഷം സാധാരണ പോലെ തന്നെ ടെഡ് തൻ്റെ ജോലിയിലേക്ക് മടങ്ങി. നിൻ്റെ കുറ്റബോധമെല്ലാം കുറച്ച് ദിവസത്തിനുള്ളിൽ മാറിക്കോളുമെന്ന് ജേക്ക് ടെഡിന് ഉറപ്പ് നൽകി. അന്നു രാത്രിയിൽ അവർ ആരും കാണാതെ ആ ഒരു മനുഷ്യൻ്റെ മൃതശരീരവുമായി ആരും കാണാതെ ഹോസ്പിറ്റലിൻ്റെ ബേസ്മെൻറ്റിലുള്ള മോർച്ചറിയിലേക്കെത്തി. ടെഡ് അങ്ങനെ ജേക്കിൻ്റെയും ജൂലിയറ്റിൻ്റെയും ഗ്യാങ്ങിൽ ചേർന്നു. ശേഷം അവർ ടെഡിനെ മയക്കമരുന്ന് നൽകി. ലഹരിയുടെ ഉന്മാദാവസ്ഥയിൽ പിന്നീട് അവർ ആ ഒരു മൃതശരീരം കീറിമുറിച്ചു. ഉന്മാദാവസ്ഥയിൽ ടെഡ് ഇതെല്ലാം നോക്കി നിന്നു. പിറ്റേന്ന് ടെഡ് വളരെ വൈകിയാണ് ഉണർന്നിരുന്നത്. ഉടൻ തന്നെ അവൻ ഹോസ്പിറ്റലിലേക്ക് ഓടി. അപ്പോഴേക്കും ജൂലിയറ്റും കൂട്ടരും നോർമൽ ഡെത്തായി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞിരുന്നു. അന്നു രാത്രിയിൽ ഈ ഒരു ഗെയിമിനായി ഒരാളെ കൊലപ്പെടുത്താൻ തന്നെ സഹായിക്കണമെന്ന് ജൂലിയറ്റ് ടെഡിനോട് പറഞ്ഞു.
കുട്ടിക്കാലത്ത് തന്നെ പീഡിപ്പിച്ചിരുന്ന തൻ്റെ പിതാവ് തന്നെയാണ് തൻ്റെ ലക്ഷ്യമെന്ന് ഈ സമയത്ത് അവൾ ടെഡിനെ അറിയിച്ചു. അച്ഛനെ പിന്തുടർന്ന് ടെഡിനൊപ്പം അവൾ അയാളുടെ പക്കലേക്ക് ചെന്നു. ശേഷം ജൂലിയറ്റ് അയാളെ ഒരുപാട് കുടിപ്പിച്ചു. പിന്നാലെ ടെഡ് അയാൾക്ക് മയക്കുമരുന്നാണെന്നും പറഞ്ഞുകൊണ്ട് വിഷവാതകം നൽകി. അതോടുകൂടി ആ ഒരു മനുഷ്യൻ്റെ ശ്വാസകോശം മരവിച്ചു പോവുകയാണ്. പിന്നാലെ ജൂലിയറ്റ് ഒരു ബിയർ ബോട്ടിലെടുത്ത് അയാളുടെ നെഞ്ചത്തടിച്ചു. അവർ കൊന്നിരുന്ന ആ ഒരു മനുഷ്യൻ്റെ മൃതശരീരത്തിനരികെ വെച്ച് ജൂലിയറ്റും ടെഡും ബന്ധപ്പെട്ടു. പിറ്റേ ദിവസം രാത്രിയിൽ അവർ ആ ഒരു മനുഷ്യൻ്റെ മൃതശരീരം പതിവ് പോലെ ഹോസ്പിറ്റലിൻ്റെ ബേസ്മെൻറ്റിലേക്ക് എത്തിച്ചു. ജൂലിയറ്റിനൊറ്റയ്ക്ക് അയാളെ കൊലപ്പെടുത്താൻ സാധിക്കില്ലെന്ന് ജേക്കിനെ ഉറപ്പായിരുന്നു. അതിനാൽ തന്നെ ജേക്ക് പിന്നീട് ടെഡിൻ്റെ പക്കലേക്ക് ചെന്ന് കൊലപാതകങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യണമെന്ന് അവനെ ഓർമ്മിപ്പിച്ചു. ഈ ഒരു സമയത്ത് ജേക്ക് ജൂലിയറ്റ് നിന്നോട് പറഞ്ഞിരുന്നത് കള്ളമാണെന്ന് ടെഡിനെ അറിയിക്കുകയാണ്. ജൂലിയറ്റിൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും അയാളൊരു ബാങ്കിൻ്റെ ചെയർമാനാണെന്നും ജേക്ക് ടെഡിനെ അറിയിച്ചു. രക്ഷാകുലനായ ടെഡ് ജൂലിയറ്റിൻ്റെ പക്കലേക്ക് പോവുകയും അവളെ വഴക്കു പറയുകയും ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി. അവർ അവരുടെ ഒരു ക്രൂരമായ ഗെയിം തുടർന്നു കൊണ്ടിരുന്നു. ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു ക്രൂരമായ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. തങ്ങളുടെ വാഹനത്തിൽ ലിഫ്റ്റ് ചോദിച്ചെത്തിയവരെ വരെ വിനോദത്തിനായി അവർ കൊലപ്പെടുത്തി. ആ നാളുകളിൽ ടെഡ് ജൂലിയറ്റുമായി ബന്ധപ്പെട്ട് മോർച്ചറിയിൽ കിടന്നുറങ്ങുന്നത് പതിവാക്കിയിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മോറിസ് ടെഡുമായി സംസാരിച്ചു. നീ ലഹരി ഉപയോഗിക്കുന്ന കാര്യം തനിക്കറിയാമെന്ന് അയാൾ അവനോട് പറഞ്ഞു. നിനക്ക് പ്രമോഷൻ ലഭിക്കാനായി മാനേജ്മെൻറ്റുമായി സംസാരിക്കാൻ ഞാൻ തയ്യാറാണെന്നും നീ ജയിക്കുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ ടെഡിനെ ഉപദേശിച്ചു. അന്നു രാത്രിയിൽ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയ ടെഡ് അവിടെ ജൂലിയറ്റിനെ കാണാനിടയായി. ഈ അവധിക്കാലത്ത് ഞാൻ എൻ്റെ പ്രതിശുദ്ധ വധുവായ റെന്നിൻ്റെ പക്കലേക്ക് പോവുകയാണെന്ന് അവൻ അവളോട് പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ടും ജൂലിയറ്റ് ആ രാത്രിയിൽ അവനുമായി ബന്ധപ്പെട്ടു. പിറ്റേന്ന് ടെഡ് തൻ്റെ കാമുകിയായ ഗന്നിൻ്റെ വീട്ടിലേക്ക് പോയി. അല്പസമയം അവൻ ഗന്നിൻ്റെ പിതാവുമായി സംസാരിച്ചിരുന്നു. അന്നു രാത്രിയിൽ ജൂലിയറ്റ് ജേക്കുമായാണ് ബന്ധപ്പെട്ടിരുന്നത്. ഈ ഒരു സമയത്താവട്ടെ ടെഡ് തൻ്റെ കാമുകിയും ഭാവി വധുവുമായ ഗന്നിനൊപ്പമായിരുന്നു. വളരെ പ്രാകൃതമായ രീതിയിലാണ് ജൂലിയറ്റും ജേക്കും ബന്ധപ്പെട്ടിരുന്നത്. ഈ ഒരു സമയത്ത് ജൂലിയറ്റ് ജേക്കിൻ്റെ ശരീരത്തിൽ നിറയെ മുട്ടുസൂചികൾ കുത്തിവെച്ചിരുന്നു. ലീവ് കഴിഞ്ഞ് തിരികെ പോകുന്ന സമയത്ത് ഞാൻ നിൻ്റെ കൂടെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെന്ന് ഗൻ ടെഡിനോട് പറഞ്ഞു. ഗന്നിന് ടൗണിൽ ഒരു എക്സാം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവൾ ടെഡിനൊപ്പം പോകാമെന്ന് തീരുമാനിച്ചിരുന്നത്. ടെഡിന് ഈ ഒരു കാര്യം തീരെ താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും മറ്റു മാർഗമില്ലാതെ അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഈ ഒരു സമയത്താണ് അവിടെ ഇരുന്നിരുന്ന മയക്കമരുന്ന് ഗന്നിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഗൻ വിഷമത്തോടെ അതേക്കുറിച്ച് ടെഡിനോട് ചോദിച്ചു. അത് ഇവിടെ താമസിച്ചിരുന്ന മറ്റൊരു താമസക്കാരൻ്റെയാണെന്ന് ടെഡ് അവളോട് കള്ളം പറഞ്ഞു. അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഗൻ ടെഡിൻ്റെ വാക്കുകളെ വിശ്വസിച്ചു. അന്നു രാത്രിയിൽ ടെഡ് ഗന്നിനെയും കൂട്ടി ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനായി പോയി. അവിടെ വെച്ചവർ ബെന്നിനെ കണ്ടിരുന്നു. അവർ സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് ജേക്കും ജൂലിയറ്റും അവിടേക്ക് കടന്നു വരുന്നത്. അവരെ ഇഷ്ടമല്ലാതിരുന്ന ബെൻ തൻ്റെ കാമുകിയെയും കൂട്ടി അവിടെ നിന്നും പോയി. പിന്നീട് ജേക്ക് മരണത്തെക്കുറിച്ചും മറ്റും അവരോട് സംസാരിക്കുകയാണ്. നിഗൂഢമാർന്ന അവൻ്റെയും ജൂലിയറ്റിൻ്റെയും സംസാര രീതികൾ ഗന്നിനെ തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇക്കാര്യം മനസ്സിലാക്കിയ ടെഡ് അവിടെ നിന്നും മാറുകയും ഗന്നിനോട് ക്ഷമാപണം നടത്തുകയും ചെയ്തു. പിന്നീട് അവരിരുവരും അവിടെയുണ്ടായിരുന്ന മോറിസിൻ്റെ പക്കലേക്ക് ചെന്നു. ഈ ഒരു സമയത്ത് ജൂലിയറ്റ് ഗന്നിനെ അസൂയയോടെ നോക്കിയിരുന്നത് ജേക്ക് ശ്രദ്ധിച്ചിരുന്നു. അതോടെ കോപാകുലനായ ജേക്ക് അവിടെ നിന്നും പോകാമെന്ന് ദേഷ്യത്തോടെ അവളോട് പറയുകയാണ്. അതോടെ ജൂലിയറ്റ് ഞാൻ നിൻ്റെ സ്വന്തമല്ലെന്നും പറഞ്ഞുകൊണ്ട് ജേക്കിനോട് ദേഷ്യപ്പെട്ടു. കോപത്തോടെ ജേക്ക് അവിടെ ഉണ്ടായിരുന്ന വൈൻ ഗ്ലാസുകൾ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ ഗന്നും ടെഡും ഉറങ്ങാനായി കിടന്നു. എന്നാൽ ഈ ഒരു സമയത്താണ് മോർച്ചറിയിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ടെഡിനെ ഒരു ഫോൺ കോൾ വരുന്നത്. അവിടേക്കെത്തിയ ടെഡ് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ജേക്കിനെ കണ്ട് പരിഭ്രാന്തനായി. ഈ ഒരു സമയത്ത് അവിടെ ജേക്ക് കൊലപ്പെടുത്തിയിരുന്ന 3 സ്ത്രീകളുടെ മൃതശരീരങ്ങളുണ്ടായിരുന്നു.
ഈ ഒരു സമയത്ത് ജേക്ക് വളരെയധികം ആഹ്ലാദഭരിതനായിരുന്നു. അവൻ എന്തിനാണ് അവരെയെല്ലാം കൊന്നതെന്ന് ടെഡിനെ മനസ്സിലാക്കാനായി സാധിക്കുന്നില്ല. പിന്നീട് ജേക്ക് തൻ്റെ കത്തിയെടുത്ത് ടെഡിൻ്റെ പക്കലേക്ക് നീങ്ങി. ശേഷം അവൻ ജൂലിയറ്റിനെ കുറിച്ച് ടെഡിനോട് ചോദിക്കുകയാണ്. അതോടെ അവരുടെ ഗെയിമിനെ പറ്റി സംസാരിച്ചുകൊണ്ട് ടെഡ് ജേക്കിൻ്റെ ശ്രദ്ധ തിരിച്ചു. ജേക്ക് എങ്ങനെയൊക്കെയാണ് ആ യുവതികളെ കൊലപ്പെടുത്തിയതെന്ന് അവരുടെ മുറിവുകളിൽ നിന്നും ടെഡ് മനസ്സിലാക്കിയെടുത്തു. അവരെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് കണ്ടുപിടിക്കലായിരുന്നു അവരുടെ ക്രൂരമായ ആ ഒരു ഗെയിം. എല്ലാ കൊലപാതകങ്ങളും ശരിയായ രീതിയിൽ തന്നെ ടെഡിനെ വിശദീകരിക്കാൻ സാധിച്ചു. അവൻ്റെ ശരിയുത്തരങ്ങൾ കേട്ട് ജേക്ക് ആവേശഭരിതനായി. എന്നിരുന്നാലും തൻ്റെ കൊലപാതക രീതികൾ അവൻ മനസ്സിലാക്കിയത് ജേക്കിനെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. ശേഷം അവരിരുവരും ചേർന്ന് ആ മൃതദേഹങ്ങൾ നശിപ്പിച്ചു. ശേഷം ടെഡ് തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മടങ്ങി. എന്നാൽ ഈ ഒരു സമയത്ത് ജൂലിയറ്റ് അവനെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജേക്ക് 3 സ്ത്രീകളെ കൊന്ന കാര്യം ടെഡ് അവളെ അറിയിച്ചു. ഞാൻ അവനുമായി പിരിഞ്ഞെന്ന് ജൂലിയറ്റ് ടെഡിന് മറുപടി നൽകി. ഈ ഒരു സമയത്ത് ജൂലിയറ്റ് ടെഡുമായി ബന്ധപ്പെടാനൊരുങ്ങി. എന്നാൽ ഈ ഒരു കാഴ്ച പുറത്ത് കാറിലുണ്ടായിരുന്ന ജേക്ക് കണ്ടിരുന്നു. ദേഷ്യത്തോടെ അവൻ അവിടെ നിന്നും തൻ്റെ കാർ അതിവേഗത്തിൽ ഓടിച്ചു പോയി. എന്നാൽ ടെഡ് ജൂലിയറ്റിനെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ നിന്നും ഗണ്ണിൻ്റെ പക്കലേക്ക് പോവുകയാണ്. അങ്ങനെ ജൂലിയറ്റ് വിഷമത്തോടെ അവിടെ നിന്നും തിരിച്ചുപോയി. പിറ്റേ ദിവസം ഞാൻ ഈ ഗെയിമിൽ നിന്നും പിൻവാങ്ങുകയാണെന്ന് ടെഡ് ജേക്കിനോട് പറഞ്ഞു. എന്നാൽ ആരെയും പോകാൻ അനുവദിക്കില്ലെന്നായിരുന്നു ജേക്കിൻ്റെ മറുപടി. അവൻ ഭീഷണിപ്പെടുത്തിയതോടെ ടെഡ് ജേക്കിനോട് ക്ഷമാപണം നടത്തുകയും താൻ ഗെയിമിൽ തുടരാമെന്ന് അവനോട് പറയുകയുമാണ്. നാളത്തെ ഗെയിമിൽ ഒരു പ്രത്യേകതയുണ്ടാകുമെന്ന് ഈ ഒരു സമയത്ത് ജേക്ക് ടെഡിനോട് പറഞ്ഞിരുന്നു. പിന്നീട് ടെഡ് തങ്ങൾ സ്ഥിരമായി മൃതദേഹങ്ങൾ കശാപ്പ് ചെയ്യാറുള്ള ഹോസ്പിറ്റലിൽ ആ ഒരു സ്ഥലത്തേക്ക് പോയിരുന്നു. രാത്രിയിൽ തനിക്ക് കുറച്ച് സമയം പുറത്തു പോകേണ്ടി വരുമെന്ന് ടെഡ് ഗന്നിനോട് പറഞ്ഞു. പിറ്റേന്ന് രാത്രിയിൽ ജൂലിയറ്റും ടെഡും ഒഴികെ ബാക്കിയുള്ള ഏവരും മോർച്ചറിയിലേക്കെത്തി. ഇന്നത്തെ ഗെയിമിൽ അവർ വേണ്ടെന്നുള്ള ജേക്കിൻ്റെ അഭിപ്രായത്തോട് ഏവരും യോജിച്ചു. പിന്നീട് ജേക്ക് അന്ന് കശാപ്പ് ചെയ്യാനായി കൊണ്ടുവന്നിരിക്കുന്നത് ജൂലിയറ്റിൻ്റെ മൃതശരീരമാണെന്ന് ഏവരെയും അറിയിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് സംഘത്തിലുണ്ടായിരുന്ന ഏവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഇത് ശരിയല്ലെന്ന് അഭിപ്രായപ്പെട്ടതോടെ ജേക്ക് അവനോട് ദേഷ്യപ്പെട്ടു. ശേഷം അവരേവരും ചേർന്ന് ജൂലിയറ്റിൻ്റെ ശരീരം കശാപ്പ് ചെയ്യാനൊരുങ്ങി. ധൈര്യത്തിനായി കൂട്ടത്തിലെ ഒരു യുവാവ് ലഹരി ഉപയോഗിക്കാനൊരുങ്ങി. ഈ ഒരു സമയത്താണ് അവിടെ ഗ്യാസ് ലീക്കാവുന്നുണ്ടെന്നുള്ള വസ്തുത ജേക്ക് തിരിച്ചറിയുന്നത്. ജേക്ക് ഇതേപ്പറ്റി പറയുന്നതിലും മുൻപ് യുവാവ് തൻ്റെ ലൈറ്റർ ഓണാക്കിയിരുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ അവിടെ വലിയൊരു സ്ഫോടനമുണ്ടായി. കത്തിയമർന്നുകൊണ്ട് അവരുടെ മൃതശരീരങ്ങൾ ചിതറിത്തെറിച്ചു. അങ്ങനെ അവർ ദാരുണമായി കൊല്ലപ്പെടുകയാണ്. ഈ ഒരു സമയം ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് പുറത്ത് ടെഡുമുണ്ടായിരുന്നു. ആ ഗെയിം ഉപേക്ഷിക്കാൻ അവർ സമ്മതിക്കില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് ടെഡ് ഈ ഒരു കൃത്യം ചെയ്തിരുന്നത്. പിറ്റേ ദിവസം ടെഡ് ഒന്നും അറിയാത്ത ഭാവത്തിൽ ജോലിക്ക് വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന മോറിസ് സ്ഫോടനം നടന്ന കാര്യം ടെഡിനെ അറിയിച്ചു. അവിടെ നിന്നും 4 മൃതദേഹങ്ങൾ കിട്ടിയെന്നും അതിലൊന്ന് അജ്ഞാത വ്യക്തിയുടേതാണെന്നും മോറിസ് അവനെ അറിയിച്ചു. അതോടുകൂടി ജേക്ക് രക്ഷപ്പെട്ടു കാണുമെന്ന് ടെഡിന് മനസ്സിലായി. ഉടനെ തന്നെ അവൻ അവിടെ നിന്നും ഗന്നിൻ്റെ പക്കലേക്ക് ഓടുകയാണ്. ഈ ഒരു സമയത്ത് ടെഡ് ഗന്നിനെ വിളിച്ചിരുന്നെങ്കിലും ടെഡിനൊപ്പമുള്ള ഫോട്ടോസ് നോക്കിക്കൊണ്ടിരുന്നിരുന്നവൾ ആ ഒരു കോള് കണ്ടിരുന്നില്ല. ഇതേസമയം അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയിരുന്ന ജേക്ക് ടെഡിൻ്റെ വാതിലിൽ മുട്ടി. അങ്ങനെ ജേക്ക് ടെഡിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രവേശിച്ചു. അല്പസമയത്തിനു ശേഷമാണ് ടെഡ് അവിടേക്ക് ഓടിയെത്തുന്നത്. അവനവിടെ മരിച്ചു കിടക്കുന്ന ഗന്നിൻ്റെ മൃതശരീരമാണ് കാണാനായി സാധിച്ചിരുന്നത്. വിഷമത്തോടെ ടെഡ് പൊട്ടിക്കരഞ്ഞു. പിന്നീട് മോറിസ് ടെഡിൻ്റെ പക്കലേക്കെത്തി പോലീസിനെ ജേക്കിനെ സംശയമുണ്ടെന്ന് അവനെ അറിയിച്ചു. ഗന്നെ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് തനിക്കിതുവരെയും മനസ്സിലാക്കാനായി സാധിച്ചിട്ടില്ലെന്ന് മോറിസ് ടെഡിനോട് പറഞ്ഞു. ഇത് കേട്ട ടെഡ് ഞാൻ ഗന്നിൻ്റെ മാതാപിതാക്കളിൽ നിന്നും അനുവാദം വാങ്ങിയിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം താൻ തന്നെ ചെയ്യാമെന്നും മോറിസിനെ അറിയിച്ചു. പിന്നീട് ടെഡ് ഗന്നിൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി പോവുകയാണ്. അവൻ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പരിശോധിച്ചു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റൂമിൽ നിന്നും ടെഡ് പുറത്തേക്ക് പോയി.
ഏവരും പോയതിനു ശേഷവും ടെഡ് ഗ്വെന്നിൻ്റെ മരണകാരണം കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിലായിരുന്നു. എന്നാൽ പിന്നീട് ജേക്ക് അവൻ്റെ പക്കലേക്ക് ചാടി വീഴുകയും ടെഡിനെ ബോധം കെടുത്തുകയുമാണ്. പിന്നീട് കൈകൾ കെട്ടിയ നിലയിലാണ് ടെഡ് ഉണരുന്നത്. ടെഡ് തയ്യാറാക്കിയിരുന്ന ഗ്വെന്നിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ട് ജേക്ക് രോക്ഷാകുലനായി. എൻ്റെ റിപ്പോർട്ടിലെ മുഴുവൻ കാര്യങ്ങളും ശരിയല്ലെന്ന് ജേക്ക് ടെഡിനോട് പറഞ്ഞു. നിനക്ക് അവളുടെ മരണകാരണം കൃത്യമായും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ഗെയിമിൽ ഞാൻ ജയിച്ചുവെന്ന് ജേക്ക് ടെഡിനോട് പറഞ്ഞു. ഇത് കേട്ട് ഗ്വെന്നിൻ്റെ മാതാപിതാക്കൾ പരിഭ്രാന്തരാവാതിരിക്കാൻ വേണ്ടിയാണ് താൻ അങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതിയതെന്ന് ടെഡ് ജേക്കിന് മറുപടി നൽകി. ക്ലോറോഫോം ഉപയോഗിച്ചാണ് നീ അവളെ മയക്കിയതെന്ന് ടെഡ് ജേക്കിനെ അറിയിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് പൊടുന്നനെ ബെന്നി ജേക്കിനെ ക്ലോറോഫോം മണപ്പിച്ച് മയക്കുകയാണ്. ശേഷം ടെഡ് ജേക്ക് എങ്ങനെയാണ് അവളെ കൊന്നതെന്ന് വിശദീകരിക്കുകയാണ്. ഒരു സമയത്ത് ബെന്നി ടെഡ് പറയുന്ന കാര്യങ്ങളെല്ലാം ജേക്കിൻ്റെ ശരീരത്തിൽ അതേപടി ചെയ്യുന്നുണ്ടായിരുന്നു. ജേക്ക് ഗ്വെന്നിൻ്റെ ശരീരത്തിൽ വിഷം കുത്തിവെച്ചെന്നും പിന്നീട് അവളുടെ നാവിലേക്ക് വിഷം പകർത്തിയെന്നും അവൻ വിവരിച്ചു. പിന്നീട് ബെന്നി ടെഡിനെ മോചിതനാക്കി. ജേക്കിന് ഇപ്പോൾ ബോധമുണ്ടെങ്കിലും അവന് അനങ്ങാനായി സാധിക്കുന്നില്ല. നീ ഗ്വെന്നിനെ വളരെ പതുക്കെയാണ് മരിക്കാൻ വിട്ടതെന്ന് ടെഡ് ജേക്കിനോട് പറഞ്ഞു. അതിനെടുത്ത സമയം ഏകദേശം 7 മിനിറ്റാണ്. ആ സമയത്ത് അവൾക്ക് ഇതുപോലെ നീ പറയുന്നതെല്ലാം കേൾക്കാൻ സാധിക്കുമായിരുന്നു. നീ മരിക്കാൻ ഇനി 6 മിനിറ്റും 30 സെക്കൻഡ് സമയം കൂടി ബാക്കിയുണ്ടെന്ന് ടെഡ് ജേക്കിനെ അറിയിച്ചു. ശേഷം ടെഡ് ജീവനോടെ തന്നെ ജേക്കിൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. അസഹനീയമായ വേദന അനുഭവപ്പെട്ടിരുന്നെങ്കിലും ഈ ഒരു സമയത്ത് ജേക്കിനെ അനങ്ങാനായി സാധിച്ചിരുന്നില്ല. അങ്ങനെ ദാരുണമായി മരിക്കുന്ന ജേക്കിനെ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.